നമസ്കാരം. കേരളത്തിൽ വരാൻ പോകുന്ന ഉപതെരഞ്ഞെടുപ്പ് 3 മണ്ഡലങ്ങളിലാണ്. ഒന്ന് ലോക്സഭാ മണ്ഡലം, മറ്റൊന്ന് പാലക്കാട്, മറ്റൊന്നുള്ളത് ചേലക്കര. ഇതിൽ വയനാട് രാഹുൽ ഗാന്ധി അവിടെ ഒഴിയുന്നത് കൊണ്ട് പ്രിയങ്ക മത്സരിക്കും. അവിടെ പിന്നെ കോൺഗ്രസിൻ്റെ ഒരു സേഫ് മണ്ഡലമാണ്. ഏത് കുറ്റിച്ചൂലിനെ നിർത്തിയാലും വിജയിക്കുമെന്നുള്ളത് ഉറപ്പാണ്. അവിടെ പ്രിയങ്ക ഗാന്ധി ഇറങ്ങാനും പോവുകയാണ്. അതങ്ങ് വിട്ടേക്കാം. പക്ഷേ ഇപ്പോൾ അതിശക്തമായ മത്സരത്തിന് സാധ്യതയുള്ള ഇടം പാലക്കാടാണ്. ഷാഫി പറമ്പിൽ മത്സരിച്ച് ജയിച്ച ഒഴിവിൽ പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ വരാനിരിക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നേതാവ് വി.ടി. ബൽറാം മത്സരിക്കുമോ എന്നാണ് ഇപ്പോൾ സംശയം. ബി.ജെ.പിയുടെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ പ്രബലമായിട്ട് ചർച്ച ചെയ്യുന്നത് ശോഭാ സുരേന്ദ്രൻ്റെ പേരാണ്. അതിനോടൊപ്പം തന്നെ കൃഷ്ണകുമാറിൻ്റെ പേരും ചർച്ചയിൽ വരുന്നുണ്ട്. സ്ഥാനാർത്ഥിയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ഈ ഘട്ടത്തിൽ സാങ്കല്പികം മാത്രമാണെന്നാണ് ബൽറാം പറയുന്നത്. മത്സരിക്കുമോ എന്ന ചോദ്യം ഉയരുന്നത് മറ്റെല്ലാ ഒരുക്കങ്ങളും പൂർത്തീകരിച്ച് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമ്പോഴാണ്. ആ ഘട്ടത്തിൽ KPCC നേതൃയോഗം ചേരുമ്പോഴേ സ്ഥാനാർത്ഥികളാകുന്ന വ്യക്തികളെക്കുറിച്ചുള്ള ചർച്ചയ്ക്ക് പ്രസക്തിയുള്ളൂ എന്നാണ് പറയുന്നത്. അതിനു മുൻപ് ചെയ്യേണ്ടത് സംഘടനാപരമായ മുന്നൊരുക്കങ്ങളാണ്. പാലക്കാട്, ചേലക്കര നിയമസഭാ മണ്ഡലങ്ങളെക്കുറിച്ച് തീരുമാനമെടുക്കാനിരിക്കുന്നേ ഉള്ളൂ. ഔപചാരിക ചർച്ചകളൊന്നും നടന്നിട്ടില്ല. തെരഞ്ഞെടുപ്പ് ഫലം വന്ന ശേഷം KPCCയുടെ ആദ്യ യോഗം വ്യാഴാഴ്ച ചേരും. അതിനുശേഷമേ ഏതെങ്കിലും തരത്തിലുള്ള ആലോചനകളിലേക്ക് കടക്കൂ. ഈ 2 നിയമസഭാ മണ്ഡലങ്ങളിലും കോൺഗ്രസിന് വിജയസാധ്യതയുണ്ട്. പാലക്കാട് 5 തെരഞ്ഞെടുപ്പുകളിൽ UDF ലീഡ് ചെയ്യുകയാണ്. നിയമസഭയിലേക്ക് ഷാഫി പറമ്പിൽ 3 തവണയും ലോക്സഭയിലേക്ക് VK ശ്രീകണ്ഠൻ 2 തവണയും വിജയിച്ചു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് UDF 1-ാം സ്ഥാനത്തും BJP 2-ാം സ്ഥാനത്തുമാണ്. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 8000-ഓളം വോട്ടിന്റെ ലീഡ് പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ UDF-നുണ്ട്. നല്ല ഭൂരിപക്ഷത്തിൽ പാലക്കാട് മണ്ഡലം നിലനിർത്താൻ കഴിയുമെന്നാണ് വിശ്വാസം. സംഘടനാപരമായ ഒരുക്കങ്ങളാണ് ഈ ഘട്ടത്തിൽ ആലോചിക്കുന്നത്. വോട്ടർ പട്ടികയിൽ ആളെ ചേർത്ത് ബൂത്ത് കമ്മിറ്റികൾ കൂടുതൽ ശക്തിപ്പെടുത്തണം. തെരഞ്ഞെടുപ്പ് എന്ന് വരുമെന്ന് ഇപ്പോൾ പറയാൻ കഴിയില്ല. ഇനിയും 6 മാസത്തെ സമയമുണ്ട്. ചേലക്കര നിയമസഭാ മണ്ഡലത്തിലെ പ്രതിനിധി K. രാധാകൃഷ്ണൻ കഴിഞ്ഞ ദിവസം മന്ത്രിസ്ഥാനം രാജിവെച്ചു. ഈ ഘട്ടത്തിൽ സ്ഥാനാർത്ഥിത്വത്തെക്കുറിച്ചുള്ള ഊഹാപോഹങ്ങൾ, അഭിപ്രായ പ്രകടനങ്ങൾ എന്നിവ വേണ്ട എന്നാണ് പാർട്ടി കാണുന്നതെന്നാണ് വി.ടി. ബൽറാം പറയുന്നത്.